+1 പോലെയല്ല, നമ്മൾ +2 എത്തി അല്ലേ. നമ്മൾ ഇതുവരെ പ്രോഗ്രാം ഒക്കെ ജസ്റ്റ് എഴുതി തുടങ്ങുക മാത്രമായിരുന്നു ചെയ്തത്. ഇനി നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ലാബിലൊക്കെ പോയി പ്രോഗ്രാം ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് ഒക്കെ നേരിട്ട് കാണാൻ പോവാണ്. ഇനി പ്രോഗ്രാമിൽ നമ്മൾ പുലികളാകാൻ പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ കഴിഞ്ഞ മിസ് ഒരു വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി തുടങ്ങുക അല്ലെ. നമ്മളൊരു റെക്ടാങ്കിളിന്റെ ഏരിയയും പെരിമീറ്ററും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ കാണുന്നതോട് കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന്റെ ലോജിക്ക് മനസ്സിലാക്കി നമ്മൾ പ്രോഗ്രാം എഴുതുക എന്നൊക്കെയുള്ളത്. അപ്പൊ ഇന്ന് നമ്മളിതാ ആ ഒരു ക്വസ്റ്റ്യന്റെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ജീനി ഐഡിയിൽ ചെയ്യുക എന്നൊക്കെ കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടുവരാം അല്ലെ. അപ്പൊ അതിനായിട്ട് മിസ് ഇതാ ഇവിടെ നമ്മുടെ ജീനി ഐഡി ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊരു പ്രോഗ്രാം കിട്ടിയാലും മിസ് എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഒക്കെ എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താ ഹാഷ് ഇൻക്ലൂഡ് IOStream അല്ലേ. ആദ്യം നമ്മൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ യൂസിങ് നെയിം സ്പേസ് std, പിന്നെ നമ്മുടെ മെയിൻ ഫങ്ഷൻ ആയിട്ടുള്ള ഇൻഡ് മെയിൻ. ഓക്കെ, ഈ പിന്നെ കേളി ബ്രേസ് ഓപ്പൺ ചെയ്യാം. ഇത്രയും കാര്യം നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി സ്ട്രക്ചറാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും തെറ്റിക്കാൻ പാടില്ല. തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഏതൊരു പ്രോഗ്രാമിനും നമുക്ക് വരുന്നതാണിത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നൊക്കെ നമ്മൾ +1 കണ്ടതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ മെയിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണാനായിരുന്നു അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ വാരിയബിൾസ് വേണം എന്ന് നോക്കാം. എന്തൊക്കെ വാരിയബിൾസ് വേണം? നമുക്ക് പെരിമീറ്റർ സ്റ്റോർ ചെയ്യാൻ അല്ലേ. ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മിസ് ആ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ അതിന് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാവും. അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഏരിയസ് കണ്ടിട്ട് ഏരിയ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്ഥലം വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതായിരിക്കും? പോയിന്റ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ അല്ലേ. പോയിന്റ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഫ്ലോട്ട് എന്നാണ് ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത്. പോയിന്റ് ഒന്നും വേണ്ടെങ്കിൽ ഇൻഡ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലോട്ട് എന്ന് കൊടുത്തു. പിന്നെ ഞാൻ ഏരിയ എന്നുള്ളൊരു സ്റ്റോറേജ് എനിക്ക് വേണം. അത് കഴിഞ്ഞ് പെരിമീറ്റർ ഞാൻ പെരി എന്ന് കൊടുക്കുകയാണ് പേര്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക വാരിയബിൾസിന്. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു വേരിയബിൾ ഉണ്ടായി. എവിടെയാണ്? എൻ്റെ മെമ്മറിയിൽ ഇപ്പം ഏരിയ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടി അല്ലേ. പെരിമീറ്റർ സ്റ്റോർ ചെയ്യാനൊരു പെരി എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടി. ഇനി അതേപോലെ യൂസറിനോട് ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എൻ്റർ ചെയ്യാൻ പറയണ്ടേ. എന്നാലല്ലേ നമുക്ക് ഏരിയയും പെരിമീറ്ററും ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താ അല്ലേ. അപ്പം നമ്മൾ യൂസറിന് പറഞ്ഞു കൊടുക്കണം അല്ല, കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം. ലെങ്ത്തും ബ്രെഡ്ത്തും തരും യൂസർ. അപ്പോൾ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ കിട്ടും. അങ്ങനെയല്ലേ ചെയ്യുക? യെസ്. അപ്പോൾ ഏരിയ പെരിമീറ്റർ അതേപോലെ ലെങ്ത്ത് നമുക്ക് L എന്ന് കൊടുക്കാം. ബ്രെഡ്ത്തിന് നമുക്ക് B എന്നും കൊടുക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ മക്കളെ. ഏരിയ കാണുക, പെരിമീറ്റർ കണ്ട് അത് സ്റ്റോർ ചെയ്യണം. അതേപോലെ ലെങ്ത്ത് എത്രയാണോ അത് കണ്ടിട്ട് അതൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. ബ്രെഡ്ത്ത് എത്രയാണോ എൻ്റർ ചെയ്തത് അതും ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യണം. അപ്പം നമ്മുടെ മെമ്മറിയിൽ 4 വാരിയബിൾസ് ഉണ്ടായി. ഏരിയ, പെരിമീറ്റർ, L, B അല്ലേ. 4 സ്ഥലമുണ്ട്. ഇനി നമ്മൾ യൂസറിനോട് പറയാണ് എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും എൻ്റർ ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ, അത് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യണമെങ്കിലും നമ്മൾ Cout എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. ഓക്കെ, Cout എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് കൊടുത്താലും അത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ Cout എന്ന് പറഞ്ഞിട്ട് മിസ്സിട്ട ആ ഒരു ഓപ്പറേറ്റർ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണ് +1 അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അത് കൊടുക്കാം. എന്താണ് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്? എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇപ്പോൾ യൂസറിന് ഇതാണ് കാണാൻ പറ്റുക കേട്ടോ. ഇങ്ങനെ കാണാൻ പറ്റും എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പോൾ യൂസർ എന്തെങ്കിലും ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, എനിക്കൊരു സ്ഥലമുണ്ട് മെമ്മറിയിൽ അല്ലേ. മെമ്മറിയിൽ ഒരു വാരിയബിൾ ഉണ്ട്. അപ്പം അങ്ങോട്ട് ഇത് സ്റ്റോർ ചെയ്യണ്ടേ. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എൻ്റർ ചെയ്തത് എനിക്ക് അവിടെ സ്റ്റോർ ചെയ്യണ്ടേ. അപ്പം അതിനാണ് Cin എന്ന് കൊടുക്കുന്നത്. Cin കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ ഓപ്പറേറ്റർ. എന്നിട്ട് എന്ത് കൊടുക്കുക? Cin എന്ന് പറഞ്ഞിട്ട് L എന്ന് പറഞ്ഞ വാരിയബിളാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ പേര് കൊടുത്തു, വീണ്ടും ആ ഓപ്പറേറ്റർ കൊടുത്തു, പിന്നെ B എന്നാണ് എൻ്റെ വാരിയബിളിൻ്റെ പേര്, അതും കൊടുത്തു. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞാലും സെമികോളൻ C++ നിർബന്ധം കേട്ടോ. ഓക്കെ, അപ്പോൾ Coutഉം Cinനും ഒക്കെ കഴിഞ്ഞു.
സീന് കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പോൾ യൂസറെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എത്രയോ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലേ? നമുക്ക് സ്റ്റോർ ആയിട്ടുണ്ടാവും. എൽ എന്ന് പറഞ്ഞ വാരിയബിളിൽ ലെങ്ത്തും ബി എന്ന് പറഞ്ഞ വാരിയബിളിൽ ബ്രെഡ്ത്തും ഇപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ എന്താ കാണേണ്ടത്? ഇനി നമ്മൾ നമ്മുടെ കമ്പൈലറിന് അറിയില്ല എങ്ങനെയാണ് ഏരിയ കാണുക, എന്താണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്നൊന്നും. അതൊക്കെ നമ്മൾ വേണ്ടേ പറഞ്ഞു കൊടുക്കാൻ? യെസ്, അപ്പം നമ്മൾ ഏരിയ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു എന്ന് എങ്ങനെ എഴുതുക? സ്റ്റാർ ആണ് അല്ലേ? എൽ ഇൻറ്റു ബി സെമി കോളൻ ഇട്ടു കഴിഞ്ഞു. ഇനി പെരിമീറ്റർ എങ്ങനെയാ? പെരി ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ കമ്പൈലറിന് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി, പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി അല്ലേ? അപ്പം എല്ലിലുള്ള വാല്യൂവും ബിയിലുള്ള വാല്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ഏരിയ എന്ന് പറഞ്ഞ വാരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ എല്ലും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെരി എന്ന് പറഞ്ഞ വാരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇപ്പം ഏരിയയും പെരിമീറ്ററും കിട്ടിയോ? നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഏരിയയും പെരിമീറ്ററും ഒക്കെ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കിട്ടണമെങ്കിൽ സി ഔട്ട് കൊടുക്കണ്ടേ? യെസ്, അപ്പോൾ ദാ സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ കൊടുക്കുകയാണ്. എന്താണ്? ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്താണ് ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ ഉള്ളിലാണ് ഏരിയ ഉണ്ടാവുക? ഏരിയ എന്ന് പറഞ്ഞ വാരിയബിളിലാണ് ഉണ്ടാവുക അല്ലേ? അത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കൊടുത്ത ഓപ്പറേറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി പെരിമീറ്റർ ആണ്. അപ്പോൾ സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, സി ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും കോഡ്സിൻ്റെ ഉള്ളിൽ പെരിമീറ്റർ ഈസ് എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് പെരിമീറ്റർ ഉള്ളത്? പെരി ഇവിടെയാണുള്ളത് അല്ലേ? സെമി കോളൻ ഇട്ടു കഴിഞ്ഞു. ലാസ്റ്റ് ഒരു റിട്ടേൺ 0 എന്ന് കൊടുത്ത് ആ ഒരു കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഹാഷിംഗിലൂടെയും യൂസിങ് നെയിം സ്പേസും ഇൻഡിമെയിനും ഒക്കെ സ്ട്രക്ചറാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആരൊക്കെ ഡിക്ലെയർ ചെയ്യാനുണ്ടെന്ന് നോക്കണം, ഡിക്ലെയർ ചെയ്യുക. പിന്നെ നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത് അതൊക്കെ നമ്മൾ സി ഔട്ടിലാണ് കൊടുക്കുക. പിന്നെ അതിനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതൊക്കെ ചെയ്യാം. ഓക്കെ, യെസ്. പിന്നെ നമ്മളിത് സേവ് ചെയ്യാണ് കേട്ടോ. എങ്ങനെയാണ് സേവ് ചെയ്യുക? ഫയലില് സേവ് ആസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഡോക്യുമെൻറ്റ്സിലോ എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഏരിയ എന്ന് കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് .cpp എന്നുള്ള എക്സ്റ്റൻഷനിൽ വേണം നമ്മൾ സേവ് ചെയ്യാൻ. പേര് നമുക്ക് എന്തും കൊടുക്കാം, പക്ഷേ എക്സ്റ്റൻഷൻ .cpp ആയിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അത് കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യാണ്? സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് താഴെ സേവ് എന്ന് കാണാൻ പറ്റും. മിസ് ഇവിടെ സേവ് ചെയ്തു. ഓക്കെ, സേവ് ചെയ്യുമ്പോൾ നമ്മുടെ കളറൊക്കെ ഒന്ന് മാറിയത് കണ്ടോ? എല്ലാത്തിൻ്റെയും കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അല്ലേ? യെസ്. പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാ ഇവിടെ കണ്ടോ, ഇതാണ് കമ്പൈൽ ചെയ്യാനുള്ളത്. ഓക്കെ, കമ്പൈൽ ദ ഫയൽ എന്ന് കണ്ടോ അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്? കമ്പൈൽ ചെയ്യാനുള്ളതാണ് ഇത്. ഓക്കെ, നമ്മളിതാ കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും എറർ ഉണ്ടോ എന്നൊക്കെ അവിടെ കാണാൻ പറ്റും. ഇവിടെ താഴെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ എന്താണുള്ളത്? കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് കണ്ടു അല്ലേ? കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി, അവിടെ എററൊന്നുമില്ല, ഓക്കെ ആണ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതാ ബിൽഡ് ചെയ്യാണ്. കമ്പൈലേഷൻ കഴിഞ്ഞാൽ ഇത് അവിടെ കണ്ടോ ഒരു കോണിയോ ഇഷ്ടിയോ ഒക്കെ പോലെയുള്ളൊരു ആൾ അല്ലേ? അപ്പോൾ ഇതാ ബിൽഡ് ചെയ്തു. അപ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്. ഇത് ക്ലിക്ക് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ, ഫസ്റ്റ് തന്നെ നമ്മളോട് സി ഔട്ടിൽ നമ്മൾ എന്താ കൊടുത്തത്? എൻ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് എന്നാ കൊടുത്തത് അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള 2 നമ്പേഴ്സ് ഞാനിവിടെ ഒരു 5 ലെങ്ത്തും 2 ബ്രെഡ്ത്തും കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ 5 എന്ന് കൊടുത്തു, താഴെ 2 എന്നും കൊടുത്തു. അത് കഴിഞ്ഞാൽ കണ്ടോ, ഏരിയ ഈസ് 10 അല്ലേ? പെരിമീറ്റർ ഈസ് 14. അപ്പോൾ ഇത് നേരെ തന്നെ വന്നത് മിസ് അവിടെ എൻഡ് എല്ല് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒന്നും കൂടെ മിസ് കാണിച്ചു തരാം. നമ്മളിവിടെ ഒരു എൻഡ് എല്ല് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലൈനിലായിട്ട് വരും. ഇവിടെ ഇതാ ഇങ്ങനെ എൻഡ് എൽ. ഓക്കെ, ഇത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി സേവ് ചെയ്യാം. പെരിമീറ്റർ ഇവിടെ T ആണ്. ഓക്കെ,
പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് സേവ് ചെയ്യാണ്. ഫയൽ നമ്മൾ സേവ് ചെയ്തു. യെസ്, ഇനി നമ്മളൊന്നും കൂടി കമ്പൈൽ ചെയ്തു, ബിൽഡ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ലെങ്ത്ത് ഞാൻ 5ഉം ബ്രെഡ്ത്ത് 2ഉം കൊടുത്തു. ഓക്കെ, യെസ്. അപ്പോൾ കണ്ടോ, ഏരിയ നമുക്ക് 10 കിട്ടി, പെരിമീറ്റർ 14 കിട്ടി. 5 × 2 ചെയ്ത് 10 കിട്ടി. പിന്നെ 5 + 2 എത്രയാ? 7 ആണ്. 7 × 14 പെരിമീറ്ററും കിട്ടി. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ തിയററ്റിക്കലി അപ്രോച്ച് ചെയ്യുന്നുള്ളതും എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആയിട്ട് ആ പ്രോഗ്രാം ചെയ്യാന്നുള്ളതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈസി അല്ലേ? ഏതൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യില്ലേ? അപ്പൊ ഇതേപോലെ ഒരുപാട് വീഡിയോസ്, നമ്മുടെ ഓരോ ടോപ്പിക്സിന്റെയും കുട്ടി ലേണിംഗ് വീഡിയോസും, അതേപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസും, അതുപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. വെറും 5,999 മാത്രമാണ് നമ്മുടെ ഫീ വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിന്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സുകളും, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും, PDF നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഒരുപാട് ടോപ്പേഴ്സിന്റെ, എക്സാമിന്റെ ടോപ്പേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനലിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പവർഫുൾ ആയിട്ടാണ് നമ്മുടെ എക്സാമിന് ഹോൾ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കരുത്, നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്പർ.